പോക്സോ കേസിൽ രാജസ്ഥാൻ സ്വദേശി കൊട്ടിയം പോലീസിന്റെ പിടിയിലായി. മൈലക്കാട് വെച്ച് സ്കൂൾ ബസിൽ നിന്നിറങ്ങിയ കുട്ടിയോട് നഗ്നത പ്രദർശിപ്പിക്കുകയും പിന്നീട് കുട്ടിയെ കടന്നുപിടിക്കാനും ശ്രമിച്ച കേസിലാണ് ബാർമർ സ്വദേശി നേമാറാം അറസ്റ്റിലായത്. തിരുവനന്തപുരം കരമനയിൽ വാടകയ്ക്ക് താമസിക്കുന്ന നേമാറാം കൊല്ലം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇലക്ട്രിക് പ്ലംബിംഗ് സാധനങ്ങൾ വിൽക്കുന്ന സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആണ്. കഴിഞ്ഞ 27-ാം തീയതി മൈലക്കാട് വെച്ച് സ്കൂൾ ബസിൽ നിന്നിറങ്ങിയ കുട്ടിയോട് ജനനേന്ദ്രിയം പുറത്തിട്ട് നഗ്നത പ്രദർശിപ്പിക്കുകയും പിന്നീട് കുട്ടിയെ കടന്നുപിടിക്കുവാനും ശ്രമിച്ചു. ഇതിനെ തുടർന്ന് പേടിച്ചോടിയ കുട്ടി വീട്ടിലെത്തി രക്ഷിതാക്കളെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് കൊട്ടിയം പോലീസിൽ രക്ഷിതാക്കൾ പരാതി നൽകി. പോലീസ് 5 ദിവസങ്ങളിലായി CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി രാജസ്ഥാൻ സ്വദേശിയായ നേമാറാമാണെന്ന് മനസ്സിലായത്. തുടർന്ന് ഇയാൾ എത്തിച്ചേരാൻ സാധ്യതയുള്ള കടകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ഇതിനെ തുടർന്നാണ് കണ്ണനല്ലൂരിൽ നിന്നും പിടികൂടിയത്. പ്രതി രാജസ്ഥാൻ സ്വദേശിയാണ്. അതിജീവിതയുടെ പരാതിയിൽ നമ്മൾ അന്വേഷിച്ചു വരെയായിരുന്നു. ഒരുപാട് CCTVകളും മറ്റും അന്വേഷിച്ചു വരെയായിരുന്നു. പ്രതി ഈ ഇലക്ട്രോണിക് കടകളിൽ ഈ കളക്ഷൻ ഏജൻ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. പ്രതിക്ക് ഇങ്ങനെ ഒരു മോഡസ് ഉള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം കണ്ണനല്ലൂർ ഭാഗത്ത് വെച്ചായിരുന്നു അറസ്റ്റ് ചെയ്തത്. കൊട്ടിയം SHO പ്രദീപിന്റെ നിർദ്ദേശപ്രകാരം SI നിതിൻ നളൻ, വിഷ്ണു, അരുൺകുമാർ, CPOമാരായ ശംഭു, ഷമീർ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.